എല്ലാരോടും ഒരു ദുഃഖ വാർത്ത പറയാനുണ്ട്. നമ്മുടെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സാറിന് അൽഷൈമേഴ്സ് ആണെന്ന് തോന്നുന്നു. മറവി രോഗത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും മൂപ്പര് കാണിക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ വിഷയമല്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിനെ അറിഞ്ഞാലും ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ഏതവനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിന്നായിരുന്നു അന്നത്തെ ആറ്റിറ്റ്യൂഡ്. അതൊന്നും ഇവിടെ വിഷയമല്ലല്ലോ. ഒന്നും എനിക്ക് കമ്പനിയില്ല. എന്നെ എന്തിനാ എന്റെ ഇടയിൽ കൂടെ നിർത്തിയേക്കുന്ന? പക്ഷെ കടകംപള്ളി പോറ്റി ഫ്രണ്ട്ഷിപ്പിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോ പെട്ടെന്ന് കടകംപള്ളി സാറിന് ഓർമ്മശക്തി തിരിച്ചു കിട്ടി. അവനറിയാലോ, ഞങ്ങളെല്ലാരും തിക് ഫ്രണ്ട്സ് ആണ് സാറേ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മില് മച്ച ബന്ധാണെന്നും പോറ്റിയുടെ വീട്ടിലേക്ക് കടകംപള്ളി സാറ് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ടെന്നും പോറ്റിയുടെ അയൽവാസികൾ പറയണ്ടല്ലോ, ശരിയാണോ? പോറ്റി എന്നെ വിളിച്ചിട്ട് യാത്രാ മധ്യേ അയാളുടെ വീട്ടിൽ ഒരു കുട്ടിയുടെ ചടങ്ങുണ്ട്. കാര്യമായിട്ടാണ്, നമ്മുടെ ജില്ലയിൽ തന്നെയാണ്, റോഡിൻ്റെ അടുത്ത് തന്നെയാണ്. ഒന്ന് ആ ചടങ്ങിലൊന്ന് പങ്കെടുത്തിട്ട് പോകണമെന്ന് സ്നേഹപൂർവ്വം എന്നെ നിർബന്ധിക്കുന്നു. പോറ്റിയുടെ വീട്ടിൽ ഒരൊറ്റ തവണ പോയിട്ടുണ്ട്. അതൊരു കുഞ്ഞിക്കിടാവായിട്ട് ബന്ധപ്പെട്ട ചടങ്ങിനായിട്ട് പോയതാ. കുട്ടികളുടെ കാര്യമാകുമ്പോൾ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പോയതാണ് ഇത്ര. നേരത്തെ കേരളത്തിലെ ഒരു പ്രമുഖ പത്രം പറഞ്ഞു, കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരുപാട് സ്പോൺസർഷിപ്പിൽ പോറ്റിയുടെയോ അല്ലെങ്കിൽ പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ടവരുടെയോ വീടുകൾ വെച്ച് കൊടുക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉദാരമതികളായിട്ടുള്ള നല്ല മനുഷ്യരെ കണ്ടാൽ അവരോടെല്ലാം തന്നെ പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സഹായം നൽകണമെന്ന് പറയാറുണ്ട്. എന്ത് ചെയ്യാം, ഉദാരമതിയായ കടകംപള്ളി സാറിന്റെ മനസ്സ് മനസ്സിലാക്കാൻ ഇടാറില്ല. സോ സാഡ്. അല്ല, അന്ന് കുട്ടിയുടെ ചടങ്ങിന് തന്നെയാണ് പോയെന്ന് ഉറപ്പുണ്ട കടകംപള്ളി സാറേ? അല്ല, അവിടെ ഒരു കുട്ടികളെയും കണ്ടില്ലെന്ന് പുറത്തൊരു ശ്രുതി കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ. അവിടെ ഒരു ചടങ്ങ് നടന്നു എന്ന് എനിക്കറിയാം. എന്ത് ചടങ്ങാണെന്ന് കൃത്യമായിട്ടൊന്നും ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ആരും തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ കുട്ടിയുടെ നൂലുകെട്ടോ 1ാം ജന്മദിനമോ ഏതോ അങ്ങനെയുള്ള ഒരു ചടങ്ങാണ്, ഒരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങാണ്. കുട്ടി ഉണ്ടായിരുന്നു അവിടെ, 100% ഉറപ്പെന്ന് പറഞ്ഞ് നാവിങ്ങിട്ട് എടുത്തോളൂ. അപ്പോഴത്തേക്കും താണ്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ അടുത്ത ഫോട്ടോ പുറത്തു വരുന്നു. ഇത്രയും പ്രായമുള്ള അപ്പൂപ്പനെയാണോ കടകംപള്ളി സാറേ കുട്ടി എന്ന് പറഞ്ഞത്? കുട്ടിയുടെ ഫംഗ്ഷൻ അല്ല, അവിടുത്തെ കുട്ടിയുടെ അപ്പൂപ്പൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ പോറ്റിയുടെ അച്ഛൻ പോറ്റിയുടെ എന്തോ തരത്തിലോ, ഒന്നുകിൽ സപ്തതിയാകാം, അല്ലെങ്കിൽ 84 വയസ്സാകാം, അല്ലെങ്കിൽ നവതിയാകാം. എനിക്ക് അതും കൃത്യമായിട്ട് അറിയാല്ല. സ്വർണം പെട്ടെന്ന് ചെമ്പായിട്ടുണ്ടെങ്കിൽ കുട്ടി പെട്ടെന്ന് അപ്പൂപ്പനായാൽ എന്താ ഇത്ര പ്രശ്നം അല്ലേ കടകംപള്ളി സാറേ? ഞാൻ ഒരു ഉപഹാരം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ അടങ്ങുന്നതായിട്ടുള്ള സാധനമാണ്. ഞാനതൊന്നും മേടിച്ചോണ്ട് പോയിട്ടുള്ളതല്ല. അവിടെ വാങ്ങി വെച്ചിരുന്നത് ഞാൻ എടുത്ത് കൊടുത്തതായിരിക്കാനാണ് സാധ്യത. അല്ലാതെ ഞാൻ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് ഒരു ഫംഗ്ഷനും ഒരിടത്തും ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോയിട്ടില്ല. ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് ഒരിടത്ത് ഞാൻ പോയിട്ടില്ല. അതെ, അത് കണ്ടാലറിയാം. അവിടെ വാങ്ങി വെച്ചിരുന്ന ഫ്രൂട്ട്സ് അടുക്കളയിൽ പോയി കടകംപള്ളി സാറെ എടുത്തോണ്ട് വന്ന് കൊടുത്താണെന്ന്. അന്ന് ആ വീട്ടില് എന്ത് ചടങ്ങാ നടന്നതെന്ന് കടകംപള്ളി സാറിന് ഇത്ര ആലോചിച്ചിട്ടും ഓർമ്മ കിട്ടുന്നില്ല. അന്ന് കടകംപള്ളി സാറിന്റെ കൂട്ടത്തില് രാജു എബ്രഹാം ഉണ്ടായിരുന്നു. ആ CPM നേതാവിന്റെ അടുത്ത് എന്ത് ചടങ്ങാ നടന്നെന്ന് ചോദിച്ചപ്പോ മൂപ്പർക്കും അത് ഓർമ്മില്ല. കടകംപള്ളി സാറിന്റെ കൂടെ ഗൺമാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഗൺമാനോട് ചോദിക്കാം, പക്ഷെ ഗൺമാനും അത് ഓർമ്മില്ല. അങ്ങനെ ഒരു കൂട്ടം മനുഷ്യർക്ക് ഒരുമിച്ച് അൽഷൈമേഴ്സ് രോഗം വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് രാജു എബ്രഹാമും അവിടെ ഉണ്ടായിരുന്നു. 8 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് കുട്ടി. 8 വർഷത്തിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളുടെ A to Z എങ്ങനെയാണ് നമ്മൾ ഓർത്തു വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ ഡയറി എഴുതണം. A to Z പറഞ്ഞില്ലെങ്കിലും പങ്കെടുത്ത ചടങ്ങ് എന്തുട്ടാണെന്ന് ആർക്കെങ്കിലും ഒന്ന് ഓർമ്മ വേണ്ടേ? ഒന്നുമില്ലെങ്കിൽ അവിടെ പോയിട്ട് സദ്യ കഴിച്ചതല്ലേ കടകംപള്ളി സാറേ? കമോൺ, ആലോചിക്ക്. തിങ്ക് കടകംപള്ളി സാർ, തിങ്ക്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അദ്ദേഹത്തിന് ഓർമ്മ കുറവുണ്ടെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ചിലതും അദ്ദേഹം മറയ്ക്കാനും ശ്രമിക്കുകയാണ്. കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇത്തരം മറവി രോഗത്തിന് ബെസ്റ്റ് ED തന്നെയാണെന്നാണ് നാട്ടുകാർ പറയണത്. ആ ഡോക്ടർ ഇനിയും വരികയാണെങ്കിൽ കടകംപള്ളി സാറിന്റെ എത്ര ഘടകങ്ങൾ ഇനിയും നമ്മൾ കാണേണ്ടി വരുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.